കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കേൾക്കാനിടയായി തീർന്നത് ഇപ്രകാരമാണ്: അനർത്ഥ ദിവസം, തിരുനിവാസം, അതിന്റെ മറവ്, പാറമേൽ ഉയർത്തുക. 3 ഘട്ടങ്ങളാണ് നമ്മൾ കേട്ടത്. അനർത്ഥ ദിവസം എല്ലാ മനുഷ്യർക്കും വരും. കഷ്ടകാലം, അനർത്ഥ ദിവസം, ഇങ്ങനെയുള്ള കാലങ്ങളൊക്കെയും മനുഷ്യർക്ക് വരും. കാരണം തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിട്ടുള്ളവനാണ്. എന്നാൽ അനർത്ഥകാലത്ത് അവൻ തന്റെ തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. തിരുനിവാസം അതെവിടെയാ? ദൈവത്തിന്റെ, അതായത് എനിക്കൊരു കഷ്ടകാലം വന്നു, അനർത്ഥകാലം വന്നു. ഈ സമയത്ത് ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ കൊണ്ട് മറയ്ക്കും. തിരുനിവാസം എവിടെയാ? അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദൈവത്തിന്റെ മന്ദിരമാണ് ആദം. അത് കഴിഞ്ഞിട്ടാണ് സമാഗമന കൂടാരം, അത് കഴിഞ്ഞിട്ടാണ് യെരൂശലേം ദേവാലയം, അത് കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു, ഇത് കഴിഞ്ഞിട്ടാണ് സഭ. ഇങ്ങനെ 5ാമത്തെ ഘട്ടമാണ് ദൈവത്തിന്റെ മന്ദിരത്തിന്റെ 5ാമത്തെ ഘട്ടമാണ് സഭ. അപ്പോ ഇതിൽ ഏത് നിവാസത്തെ കുറിച്ചാ? എന്നാൽ ഇതിന്റെ എല്ലാറ്റിനും ഉപരി ഒറിജിനൽ ആയിട്ടുള്ള തനതായിട്ടുള്ള ദൈവത്തിന്റെ നിവാസം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലാണ്. സ്വർഗത്തിലിരിക്കുന്ന ദൈവനിവാസമാണ് യഥാർത്ഥത്തിൽ ദൈവനിവാസം. അപ്പൊ നമുക്ക് മനുഷ്യർക്ക് അനർത്ഥം വരുമ്പോ തിരുനിവാസത്തിന് മറുപടി മറിക്കുന്ന ദൈവം വസിക്കുന്ന ആ തിരുനിവാസത്തിൽ കർത്താവ് ഒളിപ്പിക്കും. തിരുനിവാസത്തിൽ ഒളിപ്പിച്ച് എങ്ങനെയാ അങ്ങനെ ഒളിപ്പിക്കണേ? അതാണ് അബീഗയിൽ എന്ന് പറയുന്ന നാബാലിന്റെ ഭാര്യ ദാവീദിനോട് പറയുന്നത്. ശത്രു നിന്നെ പിന്തുടർന്നാൽ, ദാവീദ് പറയാണ്, ശത്രു നിന്നെ പിന്തുടർന്നാൽ നിന്റെ പ്രാണൻ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. യഹോവയ്ക്ക് ദൈവത്തിനൊരു ഒരു ഭാണ്ഡമുണ്ട്. ഭാണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ അലക്കുകാരൊക്കെ കൊണ്ടുപോകും തുണികൾ, ഒരു വലിയൊരു തുണി അങ്ങ് വിരിച്ചതിന് ശേഷം അതിനകത്തേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ തുണികളെല്ലാം ഇട്ട് 4 വശത്തും കൂട്ടി കെട്ടിയതിന് ശേഷം തലയിൽ വെച്ച് അങ്ങോട്ട് പോകുന്നതാണ് ജീവഭാണ്ഡം. ഈ ഭാണ്ഡം തലയിൽ വെച്ചുകൊണ്ട് അങ്ങ് പോകുമ്പോൾ ഇതിനകത്തുണ്ടല്ല. ഇതുപോലെ ദൈവത്തിനൊരു ജീവഭാണ്ഡമുണ്ട്. ഈ ഭാണ്ഡം എന്ന് പറയുന്നത് ജീവ പുസ്തകമാണ്. അതായത് രക്ഷിക്കപ്പെടുന്നവന്റെ പ്രാണങ്ങളെല്ലാം, അല്ലെങ്കിൽ തനിക്ക് പ്രിയമായിരിക്കുന്നവരുടെ പ്രാണങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. അപ്പൊ അതിനകത്തിരിക്കും. അപ്പൊ ശരീരം ഭൂമിയിലുണ്ട്, പ്രാണൻ കർത്താവിന്റെ ഭാണ്ഡത്തിലുമുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം ജനമുണ്ട്. ഇതിലൊരാളാണ് ദാവീദ്. ഇത് ആത്മാവില് അബീഗയില് പറയുന്ന ഭാഗമാണ്. നിന്നെ ആര് കൊല്ലാൻ പിന്തുടർന്നാലും നിന്റെ പ്രാണൻ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കഴിയും. ജീവഭാണ്ഡത്തില് ഇരുന്നാലുള്ള പ്രത്യേകത എന്താ പറയാ? ജീവഭാണ്ഡത്തില് ഇവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്ന വിഷയം. അപ്പൊ നമ്മുടെ ജീവിതമൊക്കെ എന്താ? നിഴല. ഈ നമ്മള് ഇവിടെ പോകുമ്പോ നമ്മള് ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോ ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൻ ഇന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ചവല് ആയുധം ഉപയോഗിച്ചു. ഇന്നാരിഴയ്ക്കെന്ന് പറയുന്ന പോലെ അവർ രക്ഷപ്പെട്ടു പോയി. കൊണ്ടില്ല. അതെന്താ കൊള്ളാഞ്ഞ്? ഇത് നിഴല, ഒന്നും ചെയ്യാൻ പറ്റൂല. ഒറിജിനൽ എവിടെയാ? ദാവീദിന്റെ പ്രാണൻ ദൈവത്തിന്റെ ജീവഭാണ്ഡത്തിലാ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ നിഴലിന്റെ പിന്നാലെയാണ് ഈ ശൗൽ രാജാവ് ഈ നടക്കുന്നത്. ഒന്നും കിട്ടില്ല, ഒന്നും നടക്കില്ല. അതാ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത. അതാണ് രക്ഷിക്കപ്പെട്ടാൽ ദൈവത്തിന് പ്രസാദം തോന്നിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി നേരെ ദൈവത്തിന്റെ ജീവഭാണ്ഡത്തിൽ കൊണ്ടുവയ്ക്കും. പിന്നെ അനർത്ഥ ദിവസം അടുക്കില്ല.
അനർത്ഥ ദിവസം പിന്നെ എടുക്കില്ല. ശരീരത്തിന് വേണ്ടിയിട്ട്, ശരീരത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് അവസാനം നടന്ന് 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 അവസാനം ഉപേക്ഷിച്ച് കളഞ്ഞു. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ ദാവീദിനെ പിന്തുടർന്ന് അവന്റെ ദുഷ്ടത, അവനെ ബാധിച്ച ആ ദുരാത്മാവിന്റെ ദുഷ്ടത തീർന്നു പോകുവോളം ശൗല് ദാവീദിന്റെ പിന്നാലെ നടന്നു. കിട്ടിയില്ല. അവസാനം നിർത്തി. ഇനി ഉപദ്രവിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു. ദാവീദിന്റെ പ്രാണൻ ജീവഭാണ്ഡത്തിലും. കർത്താവിന് സ്തോത്രം. ഇനി അടുത്ത ഘട്ടമാണ് പാറമേൽ നിന്നെ ഉയർത്തും. അതായത് യഹോവയുടെ തിരുനിവാസത്തിന്റെ മറവില് ജീവഭാണ്ഡത്തിൽ കർത്താവ് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അനർത്ഥകാലം കഴിയുമ്പോ പാറമേൽ ഉയർത്തും, ക്രിസ്തുവിൽ ഉയർത്തും. ദാവീദിന്റെ ജീവിതം ഉയർച്ചയിലേക്ക് വരികയാണ്. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലൊരു പേര് ദാവീദിന് കർത്താവ് കൊടുത്തു. അവനെ കർത്താവ് ഉയർത്തി, സകല ലോകത്തിന്റെയും മധ്യേ ഉയർത്തി. കാരണം ഇത്രയും കാലം അവൻ ജീവഭാണ്ഡത്തിൽ ഇരുന്നവനാണ്, യഹോവയുടെ തിരുനിവാസത്തിന്റെ മറവിലിരുന്നവനാണ്. അവനെ ദൈവം ഉയർത്തി. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുമ്പോൾ വരും കാലത്തേക്ക് ഒരു അടിസ്ഥാനം. നമ്മൾ നല്ലായി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകും. ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരെ ദ്രോഹിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെല്ലാം പറയുന്നു, ഒരു പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് തോന്നും. പക്ഷെ ഒരു ദിവസമുണ്ട്, അനർത്ഥ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഇതാ, തിരുനിവാസത്തിന്റെ മറവിൽ മറച്ച് അനർത്ഥത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ സഹായിച്ചില്ല എങ്കിൽ അനർത്ഥത്തിൽ ഇല്ലാതെ പോകും. ഗില്ബോവ പർവ്വതത്തിൽ ഇഷ്ടംപോലെയൊക്കെ നടന്നേ, സകല ദുഷ്ടതയും പ്രവർത്തിച്ച് നിരപരാധികളെ ഒരുപാട് കൊന്ന് ഉപദ്രവിച്ച് അവസാന യുദ്ധത്തിന് ഗിൽബോവ പർവ്വതത്തിൽ അപ്പനും മക്കളും കൂടെ വന്നിരിക്കുക. ശൗലും മക്കളും കൂടെ വന്നിരിക്കുക. യുദ്ധം മുറുകി. നിരപരാധിയായ യോനാഥാൻ വീണു. മൽക്കിശുവ മക്കളെല്ലാം വീണു. ശൗലിന് നേരെ ദൃഷ്ടി വെച്ചു, ശത്രുക്കൾ പൊരുതി, ശൗൽ ആത്മഹത്യ ചെയ്തു. അഭിഷിക്തനാണ്. അമാലേക്കൻ തലവെട്ടി. ഫെലിസ്തർ വന്നു, ശവം എടുത്തുകൊണ്ടുപോയി, അവർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചെയ്യാവുന്ന അപമാനങ്ങൾ മുഴുവൻ ചെയ്തു. അനർത്ഥ ദിവസത്തിൽ തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കപ്പെട്ടില്ല. നമ്മൾ ഏതെങ്കിലും കാര്യം, ആരുടെയെങ്കിലും ദുഷ്ടത കണ്ട് ആ ദുഷ്ടതയാൽ അവന് ഉയർച്ച വരുന്നതും കണ്ട് ആരും വിധിക്കണ്ട. കാരണം അനർത്ഥ ദിവസം എന്ന് പറയുന്ന ഒന്നുണ്ട്. അന്ന് ഉടയോ എങ്ങനെന്താ 96 സംഗീതം 12 വാക്യം പറയുന്നത് എന്താ? അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് ദുഷ്ടന് കുഴി കുഴിക്കുവോളം അവന്റെ ന്യായപ്രമാണം ഉപദേശിച്ച് നടത്തുന്ന നീ ഭാഗ്യവാനാണ്. കാരണം ദുഷ്ടന് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക. അവൻ എല്ലാ അഹങ്കാരവും നികളവും ഉന്നതഭാവവും ദുഷ്ടതയും പ്രവർത്തിക്കുക. നീ ആണെങ്കിൽ ദൈവം ശിക്ഷിച്ച് ശാസിച്ച് വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവസാനം കുഴി തീർന്നു, വചനം പഠിച്ചു, ഉപദേശവും പഠിച്ചു. ഇനി നിനക്ക് വിശ്രാമമാണ്. അവനോ കുഴിയ. തിരുനിവാസമൊന്നും അവനുമായിട്ട് ബന്ധമില്ല. തിരുനിവാസത്തിന് മറവിലൊന്നും അവനെ മറയ്ക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ അവസാനം അവരുടെ ജീവിതം അനുസരിച്ചിട്ടായി. കർത്താവിന് സ്തോത്രം. 2 ദൂതുകളും ദൈവത്തിന്റെ ആത്മാവ് തന്നത് ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഉടയവൻ നമ്മിൽ പ്രസാദിക്കട്ടെ.
ആരും ആരും ഇതിന് ഒഴിവുള്ളവരല്ല. എല്ലാവരും ഈ വഴികളിൽ കൂടി കടന്നു പോകേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് അനർത്ഥ ദിവസത്തിൽ ദൈവമേ, തിരുനിവാസത്തിൽ എന്നെ മറയ്ക്കുവാൻ തക്കവണ്ണം, പാറമേൽ ഉയർത്തുവാൻ തക്കവണ്ണം നിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കട്ടെ. ഞാൻ പെറുപെറുക്കാതെ, ഞാൻ നിന്നോട് തിന്മ ചെയ്യാതെ, എന്നിനും ദുഷ്ടത വരാതെ വണ്ണം തിരുനിവാസം എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കട്ടെ. ദൈവമേ, കരുണ തോന്നണം. മുട്ടുമുടക്കാം പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, നാഥാ, യേശുവേ, ദാവീദിനെ തിരുനിവാസത്തിന്റെ മറവിൽ കർത്താവ് മറച്ചു. എല്ലാ കഷ്ടത്തിൽ നിന്നും വിടുവിച്ചു. ഒടുവിൽ പാറമേൽ ഉയർത്തി. കർത്താവെ, എന്നാൽ ആ ഒരു സംരക്ഷണം ശൗലിന് ലഭിക്കാതെ പോയി. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ പാറമേൽ ഞങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ശത്രുവിനോടും ജഡത്തോടും ലോകത്തോടും പാപത്തോടും പ്രാണത്യാഗത്തോടും എതിർത്ത് പോരാടി നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ. മുഖത്തോട്